പിശാച് അഭിശപ്തനായി മാറുന്ന സന്ദർഭം. ഖാല അറഅയ്തക, അവൻ പറഞ്ഞു, അല്ലാഹുവിനോട് പറഞ്ഞു, ഹാദല്ലദീ കറംത അലൈ, എന്നെക്കാളും സ്ഥാനം നൽകി നീ ആദരിച്ച ഈ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം, ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ, ശരിയായിട്ടില്ല, ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ നീ എന്നെ പിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് ആയുസ്സു തരികയാണെങ്കിൽ, ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ, ആദം നബിയുടെ മക്കളെ ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഖലീലൻ, ചെറിയ ഒരു ന്യൂനപക്ഷമൊഴികെ. മനുഷ്യരെയാണ് പറയുന്നത്, അതിൽ മുസ്ലിമുണ്ട്, മുസ്ലിം അല്ലാത്തവരുണ്ട്. ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ, ചെറിയ ഒരു വിഭാഗം ഒഴിച്ച് ആദം നബിയുടെ മക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളെ ബഹുദൈവ വിശ്വാസികളോ നിരീശ്വരവാദികളോ ആക്കുകയോ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നവരെ തന്നെ വഴിപിഴപ്പിക്കുകയോ ചെയ്യാൻ ഞാൻ തുനിയുക തന്നെ ചെയ്യും. പിശാച് അല്ലാഹുവിനോട് പറയാം, ഖാല ഇദ്ഹബ് فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا, നീ പൊയ്ക്കോ. ഫമൻ തബിഅക മിൻഹും, ആരൊക്കെയാണോ നിന്നെ പിൻപറ്റുന്നത്, ഫഇന്ന ജഹന്നമ ജസാഉകും, നരകം നിങ്ങളുടെ പ്രതിഫലമായിരിക്കും. ജസാഅം മൗഫൂറാ, നിങ്ങൾക്ക് കൃത്യമായ അളവിലും തൂക്കത്തിലും നിങ്ങൾ ചെയ്യുന്ന ചെയ്തികൾക്ക് ശിക്ഷയാവാൻ പറ്റുന്ന പ്രതിഫലം നരകമായിരിക്കും. പിശാചേ, നിനക്കും നിന്നെ പിൻപറ്റുന്നവർക്കും. അല്ലാഹു മറുപടി കൊടുത്തു, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക് وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا واستفزز من استطعت منهم, പിശാചേ, നിനക്ക് കഴിയുന്നവരെ മുഴുവനും നിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നീ നിനക്ക് വഴിപ്പെടുത്താൻ നിനക്ക് ശ്രമിക്കാം. നീയൊന്ന് ശ്രമിച്ചു നോക്ക്. മനിസ്തതഅത മിൻഹും ബിസൗതിക്, നിന്റെ ശബ്ദം കൊണ്ട്. ഏതാണ് പിശാചിന്റെ ശബ്ദം? നിന്റെ ശബ്ദം കൊണ്ട് നിനക്ക് വേണ്ടവരെ മുഴുവൻ നീ വശീകരിച്ചേക്കുക. وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد, നീ നിന്റെ ആയുധങ്ങളോ നിന്റെ വാഹനങ്ങളോ നിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നീ നിന്റെ ആളുകൾക്കിടയിൽ ഉറക്കെ വിളിച്ചു പറയുക, വിളംബരം ചെയ്യുക. വശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദ്, മനുഷ്യരുടെ മക്കളിലും സമ്പത്തിലും നിനക്ക് വേണമെങ്കിൽ ഇടപെടാം. വഇദുഹും, നീ അവർക്ക് വേണ്ട വിധത്തിൽ സുമോഹന വാഗ്ദാനങ്ങളൊക്കെ ചെയ്തോ. വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ, പിശാച് മനുഷ്യന് വാഗ്ദത്തം ചെയ്യുന്നത് മരീചിക പോലെ വഞ്ചന മാത്രമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക്, എന്താണ് അല്ലാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് അല്ലാഹു നമ്മളോട് പറയുന്നത്? പിശാചിന്റെ ശബ്ദം കൊണ്ട് പിശാചിനോട് അവൻ ആഗ്രഹിക്കുന്ന ആളുകളെ നീ വഴിപിഴപ്പിക്കാൻ നിനക്ക് ശ്രമിക്കാം എന്ന് അല്ലാഹു പിശാചിനോട് പറയുമ്പോൾ പിശാചിന്റെ സൗത്ത് എന്താണ്? മുഫസ്സിരീങ്ങൾ അതിന് കൊടുത്ത അർത്ഥം എന്താണ്? ഒരു ഹദീസ് കൂടെ പറയട്ടെ. ഇമാം ത്വബറാനി
മഹാനായ ഇബ്നു അബി ദുനിയെ പോലെയുള്ള പ്രഗൽഭരായ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. ഇതിന് സമാനമായ ശവാഹിദുകളായ ഹദീസുകൾ സുനനിന്റെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. സ്വീകാര്യയോഗ്യമായ ഹദീസാണത്. ഫി ദറജത്തിൽ ഖബൂൽ എന്ന അലിമീങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞ ഹദീസ്. ഇന്ന ഇബ്ലീസ് ലമ്മാ നസല ഇലൽ അർള്, പിശാച് ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ വതറദഹുല്ലാഹ്, അല്ലാഹു അവനെ ആട്ടിയോടിക്കുകയും ചെയ്തപ്പോ ഖാല, അവൻ ചോദിച്ചു അല്ലാഹുവിനോട്, വജഅൽതനി റജീമൻ യാ റബ്ബ് അൻസൽതനി ഇലൽ അർളി വജഅൽതനി റജീമൻ, നീ എന്നെ ഭൂമിയിലേക്ക് ഇറക്കുകയും എന്നെ അഭിശപ്തനാക്കി മാറ്റുകയും ചെയ്തുവല്ലോ. പിശാച്ചിനെ ആരാധിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. പിശാച്ച് സേവ ചെയ്യാം, അവർക്കറിയാം ഇത് പിശാച്ചാണെന്ന്. ഡെവിൽസ്, ചെറുപ്പക്കാരൊക്കെ ചില സ്പോർട്സ് കാറൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കിൽ ഡെവിൽസ് എന്ന് എഴുതും. ചില ടീഷർട്ടിന്റെ ബാക്കിൽ ഡെവിൽസ്. എന്താ ഈ ഡെവിൽസ് എന്ന് പറഞ്ഞാൽ? പിശാച്ച്. ഞാൻ ശൈത്താനായി പറയുന്ന അർത്ഥം. യുഫോ, ബാഡ് ബോയ്സ്, ഇതൊക്കെയാണ് നമ്മളെ കുട്ടികളുടെ പുതിയ പുതിയ ട്രെൻഡ് പേരുകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പിശാച്ചിനെ ആരാധിക്കുക, കുറച്ചൊക്കെ ഇവിടെ അവൻ സഹായം ചെയ്യും. പിശാചുക്കൾക്ക് മനുഷ്യരെ സഹായിക്കാൻ പറ്റും ചില വിഷയങ്ങളിൽ. അത് വെച്ചിട്ട് പിശാച്ച് സേവ ചെയ്യുക, അവൻ പറയുന്നതൊക്കെ ചെയ്യാം. പിശാചു റബ്ബിനോട് ചോദിച്ചു. നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹബീബായ നബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണിത്. ഫജ്അൽ ലീ ബൈതൻ, എനിക്കൊരു വീട് വേണം. എന്നെ ഭൂമിയിലേക്ക് നീ ഓടിച്ചില്ലേ സ്വർഗത്തിൽ നിന്ന്, എനിക്ക് ഭൂമിയിൽ താമസിക്കാനൊരു വീട് വേണം പടച്ചവനെ. അവൻ കുറച്ച് ചില ഡിമാൻഡുകൾ വെക്കുകയാണ് അല്ലാഹുവിനോട്, എനിക്ക് വീട് വേണം. ഖാല ബൈതുകൽ ഹമ്മാം, നിന്റെ വീട് എല്ലാ ടോയ്ലറ്റുകളുമാണ്. പിശാചിന്റെ വീട് ടോയ്ലറ്റാണ്. കുളിക്കാൻ കയറിയാൽ 2 മണിക്കൂറൊക്കെ എടുത്ത് കുളിക്കുന്ന വസ്വാസുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആലോചിക്കുക, പിശാചിന്റെ വീട്ടിലാണ് ചെലവഴിക്കുന്ന അത്രയും നേരമെന്ന്. വേഗം പണി കഴിച്ച് പോരാൻ നോക്കല്ലാണ്ട് അവിടെ സമയം ചെലവഴിക്കാതിരിക്കാൻ. പിശാചിന്റെ വീടാണത്. അതുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ ദുആ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുവേ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടോയ്ലറ്റിൽ കയറുമ്പോൾ നമ്മൾ ദുആയിരക്കണം, മക്കളെ ദുആയിരപ്പിക്കാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് ടോയ്ലറ്റിലൊക്കെയാണ് വലിയ വലിയ വിപ്ലവങ്ങളൊക്കെ എഴുതി വെക്കുക. പബ്ലിക് ടോയ്ലറ്റുകളിൽ, എയർപോർട്ടിൽ, ട്രെയിനിൻ്റെ ടോയ്ലറ്റിൽ, മുനിസിപ്പാലിറ്റി ടോയ്ലറ്റുകളിൽ വലിയ വിപ്ലവ എന്താ പറയുക, വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ അവിടെ പോയിട്ട് എഴുതി വെക്കും. തുറന്നു പറയാൻ ധൈര്യമില്ലാത്തവരൊക്കെ അവിടെയാണ് മലീമസമായ രീതിയിലുള്ള ഡ്രോയിങ് ഉണ്ടാക്കി വെക്കുക. സ്കൂളിലും കോളേജുകളിലൊക്കെ ഈ ദിക്ർ ചൊല്ലാണ്ട് കയറുമ്പോൾ വരുന്ന അപകടമാണ്. അപ്പോൾ പിശാച് തലയിൽ കയറി കളിക്കും. അപ്പോൾ അവൻ എന്തൊക്കെ വരച്ചു വെക്കാൻ തോന്നും, എന്തൊക്കെ എഴുതി വെക്കാൻ തോന്നും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നു ബൈതുകൽ ഹമ്മാം, നിന്റെ വീട് നീ വസിക്കുന്ന സ്ഥലം ടോയ്ലറ്റുകളാണ്. പിന്നെ പറഞ്ഞു ഇജ്അൽ ലീ മജ്ലിസൻ, എനിക്ക് മജ്ലിസ് വേണം, പോയിരിക്കാൻ ആളുകളുടെ കൂടെ ഇരിക്കേണ്ട ഒരു മജ്ലിസ് വേണ്ടേ. എൻ്റെ മജ്ലിസ് ഏതാണ്? പിശാചിന്റെ മജ്ലിസ് ഏതാണ്? ഖാല മജാലിസുകൽ അസ്വാഖ്, നിന്റെ മജ്ലിസുകൾ അങ്ങാടികളാണ്, മാർക്കറ്റുകളാണ്, ഷോപ്പിംഗ് മാളുകളാണ്. പിശാചിന്റെ ഇടം അതാണ്. അങ്ങാടിയിലേക്ക് വരുമ്പോൾ ഒരു ദുആ ചൊല്ലണം എന്നാണ്. 10 ലക്ഷമാണ് അതിന്റെ പ്രതിഫലം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഫ് ഹസന. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് ചൊല്ലിയിട്ടാണ് ഷോപ്പിംഗ് മാളിലേക്ക് കയറാവൂ, മാർക്കറ്റിലേക്ക് കയറാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആഉ സൂഖ്
അങ്ങാടിയിലേക്ക് കയറുമ്പോഴുള്ള ദുആ എന്നാണ് ഇതിനർത്ഥം. എന്താണെന്നറിയോ? ഒരു ഷോപ്പിംഗ് മാളിൽ കയറി ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മനസ്സുകളിൽ തോന്നുന്ന ചിന്തകൾ. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന് വേറെ ഒരു ചെറുക്കനുമായൊരു അടുപ്പമുണ്ടാകുന്നത്, കല്യാണം കഴിഞ്ഞൊരു ചെറുപ്പക്കാരന് മറ്റൊരുത്തിയെ കണ്ട് പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹറാമായ ബിസിനസ്സുകളെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്, കണ്ണുകളെ അഴിച്ചുവിട്ട് അരുതാത്തതിലേക്ക് നോക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഇതൊക്കെ പിശാചിൻ്റെതാണ്. അത് നടക്കുന്നത് നമ്മുടെ ഷോപ്പിംഗ് മാളുകളിലും അങ്ങാടികളിലുമല്ലയോ? പള്ളി കയറി അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങാടി പോയാലല്ലേ ഇങ്ങനെയൊക്കെ തോന്നൂ? മാർക്കറ്റിലല്ലേ ഇത് തോന്നൂ? മജാലിസു ശൈത്വാൻ, ഇത് പിശാചിന്റെ ഇരിപ്പിടങ്ങളാണ്, അവന്റെ മജ്ലിസുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവൻ ചോദിച്ചു, ഇജ്അല്ലി തുആമൻ, എനിക്ക് ഭക്ഷണം വേണം പടച്ചവനെ, എനിക്ക് ഭക്ഷണം വേണം. പിശാച് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അവന് മക്കളുണ്ട്, തലമുറകളുണ്ട്, തലമുറകളുണ്ട്. അവന്റെ ഭക്ഷണം ഏതാണ്? തുആമുക കുല്ലു മൈതത്തിൻ വകുല്ലു മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി. എല്ലാ ശവവും ചത്തുപോകുന്ന ജീവജാലങ്ങൾ പിശാചിന്റെ ഭക്ഷണമാണ്. വാഹനം തട്ടി ചത്തുപോയതാണെങ്കിലും അല്ലാതെ ചാവുന്നതാണെങ്കിലും റോഡരികിൽ കിടക്കുന്നതാണെങ്കിലും കാട്ടിൽ കിടക്കുന്നതാണെങ്കിലും ശവങ്ങൾ പിശാചിന്റെ ഭക്ഷണമാണ്. പിന്നെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാതെ അറുക്കപ്പെടുന്നത്, അതാണ് നമ്മൾ ഹലാലായ മീറ്റാവുക എന്ന് പറഞ്ഞാൽ. കഴുത്തറുക്കപ്പെടുന്നതൊക്കെ ഹലാല് എന്നല്ല. മുസ്ലിമായ ഒരു മനുഷ്യൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ അറുത്തതിനാണ് ഹലാല് എന്ന് പറയാം. അതെന്റെ കാരണം എന്നറിയോ? അള്ളാഹു ബഹുമാനിച്ചതാണ് ജീവൻ. ആ ജീവൻ എടുക്കുന്നത് അള്ളാഹുവെ ഭക്ഷിക്കാൻ വേണ്ടി മനുഷ്യന് നീ മാംസം കഴിക്കുന്നവനായിട്ടാണ് നീ പടച്ചത്. ആ മാംസത്തിന് വേണ്ടി നീ അനുവദിച്ചതിൻ്റെ പേരിൽ ധൂർത്ത് ചെയ്യാതെ, ഒരു ജീവിയെ പരാക്രമിക്കാതെ, നബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ആ മൃഗം പോലും അറിയാത്ത രീതിയിലായിരിക്കണം അറവ് ചെയ്യേണ്ടത്. ആ മൃഗത്തോടു പോലും നിങ്ങൾ കരുണ കാണിക്കണം. കാരണം ജീവന് വിലയില്ലാത്തത് കൊണ്ടല്ല, മനുഷ്യനാണ് ഈ ഭൂമിയിലെ സർവ്വതും മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു പടച്ചത്. അതുകൊണ്ട് റബ്ബേ, നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഈ ജീവൻ എടുക്കുകയാണ്. ഇത് ഈ ജീവന് വിലയില്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ ഒരു ദൈവനാമം, അള്ളാഹുവിന്റെ നാമം ജപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അറുത്തത്, ഇതിനാണ് ഹലാൽ എന്ന് പറയാം. അല്ലാത്തത് മുഴുവൻ പിശാചിന്റെ ഭക്ഷണങ്ങളാണ്. അപ്പൊ കുടിക്കാൻ അവിടച്ചവനെ, എനിക്ക് വെള്ളം കുടിക്കാൻ പാനീയങ്ങൾ വേണല്ലോ. അതെന്താ? മനുഷ്യനെ മയക്കി കിടത്തുന്ന, ലഹരി പിടിപ്പിക്കുന്ന എല്ലാ പാനീയങ്ങളും പിശാചേ നിന്റെ പാനീയമാണ്. കള്ളുകൾ മുഴുവനും, ചാരായമായ ചാരായം മുഴുവനും, വിദേശ മദ്യങ്ങളും സ്വദേശ മദ്യങ്ങളും, ഇതൊക്കെ പിശാചിൻ്റെതാണ്, പിശാചിൻ്റെ പാനീയങ്ങളാണ്. ഇതൊക്കെ വാരി കുടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഇജ്അല്ലി മുഅദ്ദിനൻ, പടച്ചവനെ എന്നെ ആരാധിക്കാനും എനിക്ക് വഴിപ്പെടാനും ആളുകളെ വിളിച്ചറിയിക്കാൻ എനിക്കൊരു മുഅദ്ദിൻ വേണം, എനിക്കൊരു മുല്ലാക്ക വേണം, എനിക്കൊരു വാങ്കുവിളി വേണം, എനിക്കൊരു മുഅദ്ദിന് വേണം എൻ്റെ വിഷയങ്ങൾ വിളിച്ചറിയിക്കാൻ. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നിസ്കാരത്തിന് ഹാജരാവാൻ, നിസ്കാരം നേരമായി എന്നറിയാനാ മുഅദ്ദിൻ വാങ്ക് വിളിക്കുന്നത്. ആ വിളിയുടെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ ആരാധനയിലേക്ക് വരണം എന്നാണ്. പിശാചിന്റെ ആരാധനയിലേക്ക് വരണം എന്ന് വിളിച്ചു പറയാനുള്ള മുഅദ്ദിൻ ആരാണെന്നറിയോ? ആരാണ് പിശാചിന് വേണ്ടി വാങ്ക് വിളിക്കുന്നത്? അള്ളാഹുവിന്റെ മറുപടി, മുഅദ്ദിനുകൽ ഗിനാഉ വൽ മസാമീർ. പിശാചേ, നിനക്ക് വേണ്ടി വാങ്ക് വിളിക്കുന്നത്, നിന്റെ മജ്ലിസുകളിലേക്ക് ആളുകളെ വിളിക്കാനുള്ള വിളിച്ചറിയിപ്പ് നടത്തുന്നത് അൽ ഗിനാഉ, പാട്ടുകളാണ്, വൽ മിസ്മാർ, മ്യൂസിക് ഉപകരണങ്ങളുമാണ് എന്ന് അല്ലാഹു തആല മറുപടി കൊടുത്തു. അനാവശ്യമായ പാട്ടുകള് വാക്കുകളെ പോലെയാണ്. ഹസനുഹു ഹസനുൻ വഖബീഹുഹു ഖബീഹുൻ. വാക്കെന്താ? വാക്കുകളിൽ നല്ലത് നല്ലതാണ്, ചീത്ത ചീത്തയാണ് എന്ന പോലെ ചീത്ത പാട്ടുകളെ സംബന്ധിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ സിനിമാ ഗാനങ്ങളിലൊക്കെ ഏറെക്കുറെ എന്ന് പറയാൻ 99%
മനുഷ്യനെ തിന്മയിലേക്ക് ഒരല്പം ഒരു ഇൻക്ലിനേഷൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊടുക്കുന്നതല്ലയോ? ഒന്നുകിൽ പ്രേമിക്കാൻ വേണ്ടി പറയാം അല്ലേ, ഒരുത്തിയെ തൊടാൻ മോഹം, ഒരുത്തിയെ അണച്ചു കൂട്ടിപ്പിടിക്കാൻ ദാഹം, ഇതൊക്കെയാണ് പുതിയ പുതിയ പാട്ടുകൾ. സുബ്ഹാനല്ലാഹ്. ഇത് വ്യഭിചാരത്തെക്കുറിച്ചായി പറയുന്നത്. ഒരു പെണ്ണിനെ തൊട്ടു നോക്കാൻ ആഗ്രഹം, അവളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹം, അവളെ ഉമ്മ വെക്കാൻ ആഗ്രഹം. ഇത് പറയുന്ന പാട്ടുകൾ മനുഷ്യൻ അള്ളാഹുലേക്കാണോ അടുപ്പിക്കുന്നത്, പിശാച്ചിലേക്കാണോ? നിങ്ങൾ പറയും, പിശാച്ചിലേക്കാണോ അള്ളാഹുലേക്കാണോ? പിശാച്ചിലേക്ക്. അൽ ഗിന, ഈ പാട്ടുകൾ ഞാനിവിടെയുണ്ട്, എൻ്റെ അരികത്തേക്ക് വരണമെന്ന് പിശാച്ച് വിളിച്ചു പറയുന്ന, മനുഷ്യന്റെ മനസ്സിനെ മലിനമാക്കുന്ന പൈശാചിക മന്ത്രങ്ങളാണ്. നമ്മുടെ വിഷയം അതാണ്, മനസ്സിനെ മലിനപ്പെടുത്തുന്ന പൈശാചിക മന്ത്രങ്ങൾ.